ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വിൻപ്രൂഫ് ട്രാവൽ ബൈ സജിൽ വ്ളോഗ്സ്. വിൻപ്രൂഫ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ പ്രിയ വിദ്യാർത്ഥികളെ, 2024 ഫെബ്രുവരി മാസം നടന്ന LSS പരീക്ഷയിലെ പാർട്ട് 2 പേപ്പർ 2 പാർട്ട് ബി ഗണിതശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പറാണ് നാം ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ EVS പരീക്ഷ എങ്ങനെയായിരിക്കും അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഗണിതശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം പ്രധാനമായും ചോദിച്ച ചോദ്യങ്ങളെ മുമ്പോട്ട് വെക്കുന്നത്. എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ മനസ്സിലാക്കുവാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം ഇവിടെ പാർട്ട് ബി 13ാമത്തെ ചോദ്യമായിട്ടാണ് ചോദ്യം ആരംഭിക്കുന്നത്. ഗണിതശാസ്ത്രത്തിൻ്റെ പേപ്പർ 2 1 മുതൽ 12 വരെ EVSൻ്റെ ചോദ്യങ്ങളായിരുന്നു. ഓക്കെ, 13ാമത്തെ ചോദ്യം മുതൽ പാർട്ട് ബി ഗണിതശാസ്ത്രം മാത്സ് വിഷയത്തിൻ്റെ ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയും ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയും ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഇവ തമ്മിലുള്ള വ്യത്യാസം. വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു പഠന ഏരിയ അതാണ് 4 അക്ക സംഖ്യയും 5 അക്ക സംഖ്യയും. ഇവിടെ ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയാണ് ആദ്യം കാണേണ്ടത്. ദെൻ പിന്നീട് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ, അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്നതും കണ്ടെത്തി നിങ്ങൾ ഒരു റഫ് ബുക്കിൽ ആൻസർ എഴുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 13ാമത്തെ നമ്പർ ഇട്ടുകൊണ്ട് എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ അത് എഴുതി വെക്കുക. അവസാനം നമ്മൾ ശരിയായ ഉത്തരം പറയുന്നതായിരിക്കും. നെക്സ്റ്റ്, അടുത്ത ചോദ്യം നോക്കാം. 600 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? സമയവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് നമുക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കാം. ഒരു രീതിയാണ് നാം ഇവിടെ പരിചയപ്പെടുന്നത്. 600 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, ഉത്തരം 14 എന്നെഴുതി നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എഴുതി വെക്കുക. ഇനി 15ാമത്തെ അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിൽ എത്ര ചതുരങ്ങളുണ്ട്? ഇവിടെ ചതുരത്തിൻ്റെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഇതിൽ എത്ര ചതുരങ്ങളുണ്ട് എന്നുള്ളത് കുട്ടികൾ കൃത്യമായി എണ്ണി ഉറപ്പുവരുത്തി നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എഴുതി വെക്കുക. 15 എന്നുള്ള നമ്പർ ഇട്ടുകൊണ്ട് എഴുതി വെക്കുക. 16ാമത്തെ ചോദ്യം. സമീർ തൻ്റെ കയ്യിലുള്ള മിഠായി 5 എണ്ണത്തിന് 20 രൂപ നിരക്കിൽ വിറ്റു. 545 മിഠായി വിറ്റപ്പോൾ സമീറിന് എത്ര രൂപ ലഭിച്ചിട്ടുണ്ടാകും? ഓക്കെ, 5 എണ്ണത്തിന് 20 രൂപ എന്നാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 545 മിഠായിയാണുള്ളത്. അങ്ങനെയാവുമ്പോൾ എത്രയായിരിക്കും അദ്ദേഹത്തിന് ലഭിച്ച തുക? ഓക്കെ, കൃത്യമായി നിങ്ങൾ കണക്ക് കൂട്ടി അതിൻ്റെ ആൻസർ കണ്ടെത്തി എഴുതി വെക്കുക. 17ാമത്തെ ചോദ്യം നോക്കാം. 930 എത്ര കൂടുതലാണ് 11 × 93 എന്ന ആ ഒരു ഗുണനത്തിൻ്റെ ആൻസർ നോക്കിയാൽ 930 എത്ര കൂടുതലായിരിക്കും ഇതിൻ്റെ തുക? വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റേതായിട്ടുള്ള ട്രിക്കുകളൊക്കെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 30 പേർ ചേർന്ന് ഒരു ജോലി 50 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. അതേ ജോലി 15 പേർ ചേർന്ന് പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടിവരും? ഓക്കെ, 30 പേർ 50 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ ജോലി 15 പേർക്ക് പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടിവരും എന്നതാണ് ചോദ്യം. ഓക്കെ, ചോദ്യം കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ ആൻസർ നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. 18 എന്ന് ചോദ്യ നമ്പർ എഴുതി ശരിയായ ഉത്തരം എഴുതി വെക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം എഴുതി വെക്കുക. ഇനി നോക്കുക, ഇവിടെ 25, 34, 43 ഒരു സംഖ്യ അവിടെ മിസ്സിംഗ് ആണ്. 35, 36,
45, 54. അടുത്ത സംഖ്യയും അവിടെ മിസ്സിംഗ് ആയി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ 47, 56, 65. അടുത്തൊരു സംഖ്യയും മിസ്സിംഗ് ആയി കൊടുത്തിട്ടുണ്ട്. ഈ ശ്രേണി നമ്മൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത് 52, 64, 75. ഇതാണ് എ. 53, 64, 74 ബി ഓപ്ഷനാണ്. 52, 63, 74 സി ഓപ്ഷൻ. 54, 64, 74 ഇതിലേതാണ് കൃത്യമായിട്ടുള്ള ഒരു ആൻസറായിട്ട് താഴെ നമുക്ക് കൊടുക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം, തുടർച്ചയായി 2 എണ്ണൽ സംഖ്യകളുടെ തുകയായി വരാവുന്ന സംഖ്യയാണ് ഡാഷ്. തുടർച്ചയായി 2 എണ്ണൽ സംഖ്യകളുടെ തുകയായി വരാവുന്ന സംഖ്യ താഴെ നൽകിയവയിൽ ഏതാണ്? ഓക്കെ, എ 4534, ബി 4824, സി 4826, ഡി 4827. അപ്പോൾ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ 2 എണ്ണൽ സംഖ്യകളുടെ തുക ആയി വരാവുന്ന സംഖ്യ. അടുത്ത ചോദ്യം, ഒരു ടൺ 250 കിലോഗ്രാം. ഒരു ടൺ 250 കിലോഗ്രാം എന്നത് ആകെ എത്ര കിലോഗ്രാമാണ്? ഇവിടെ 4 ഓപ്ഷൻസ് കാണാം. എ 250 കിലോഗ്രാം, ബി 2250 കിലോഗ്രാം, 3 സി 3250 കിലോഗ്രാം, ഡി 1250 കിലോഗ്രാം. ഒരു ടൺ 250 കിലോഗ്രാം എന്നത് ആകെ എത്ര കിലോഗ്രാമാണ്? കുട്ടികൾ 21 എന്ന നമ്പർ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യണം? ശരിയായി നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം അവിടെ എഴുതി വെക്കാൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, 2, 0 എന്നീ 2 അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? 2, 0 എന്നീ 2 അക്കങ്ങളും ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? ഓക്കെ, കൃത്യമായിട്ട് ആലോചിച്ച് ഉത്തരം കണ്ടെത്തി 22 എന്ന് ചോദ്യം നമ്പർ എഴുതാൻ ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, യാത്രക്കെടുത്ത സമയം കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കുക. ചുവടെ നമുക്കൊരു ടേബിൾ കാണാം. ആ ടേബിൾ കൃത്യമായി നോക്കി മനസ്സിലാക്കി യാത്രക്കെടുത്ത സമയം നമ്മൾ എന്ത് ചെയ്യണം? എഴുതി പൂർത്തീകരിക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങൾ റഫായിട്ട് ഈ ഒരു കാര്യം എഴുതി വെക്കുവാനും അത് പ്രകാരം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ വണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും 1, 2, 3, 4 4 ചോദ്യങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. തീവണ്ടിയുടെ പേര് നൽകിയിട്ടുണ്ട്. തീവണ്ടിയുടെ പേര് നാഗർകോവിൽ മംഗലാപുരം എക്സ്പ്രസ്, തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി, ദുരന്തോ എക്സ്പ്രസ്, അതുപോലെ തന്നെ ഹിമസാഗർ എക്സ്പ്രസ്. ഇങ്ങനെ ട്രെയിനിൻ്റെ പേരാണ്. നമുക്ക് കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ട്രെയിന് ഒന്നാമത്തേത് പുറപ്പെടുന്ന സമയം. ഈ സമയം കൊടുത്തിട്ടുള്ളത് 3:10 എന്നാണ്. ഓക്കെ, 3:10 പുറപ്പെടുന്നു. അതുപോലെ തന്നെ അത് എത്തിച്ചേരുന്ന സമയം 21:35. അങ്ങനെയെങ്കിൽ യാത്രക്കെടുത്ത സമയം എത്ര? ട്രെയിൻ സമയവുമായി ബന്ധപ്പെട്ടുള്ള ധാരണ കുട്ടികൾക്ക് കൃത്യമായിട്ടുണ്ടാകണം. പുറപ്പെടുന്ന സമയം 3:10, എത്തിച്ചേരുന്ന സമയം 21:35. അങ്ങനെയെങ്കിൽ യാത്രക്കെടുത്ത സമയം എത്രയാണ് എന്നതാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം വരുന്നത് പുറപ്പെടുന്ന സമയം 9:10 ആണ്. ഓക്കെ, അതുപോലെ തന്നെ എത്തിച്ചേരുന്ന സമയം 13:50 ആണ്. അങ്ങനെയെങ്കിൽ യാത്രക്കെടുത്ത സമയം എത്രയാണ് എന്നതാണ്. ദെൻ മൂന്നാമത്തത് 1:20 പുറപ്പെടുന്നു, 22:30 എത്തിച്ചേരുന്നു. അങ്ങനെയെങ്കിൽ എത്ര സമയമെടുത്തുകൊണ്ടായിരിക്കും മൂന്നാമത്തെ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടാവുക? ഇനി നാലാമത്തേത് നോക്കാം. പുറപ്പെടുന്ന സമയം 4:05 അവിടെ യാത്രക്കെടുത്ത സമയം എന്ന് പറയപ്പെടുന്നത് 8 മണിക്കൂർ 30 മിനിറ്റുമാണെങ്കിൽ എത്തിച്ചേർന്ന സമയം എത്രയായിരിക്കും? ട്രെയിൻ സമയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ധാരണ കുട്ടികൾ നേടിയിരിക്കണം. അതൊന്ന് പരിശോധിക്കാനുള്ള ചോദ്യമായി നിങ്ങൾ ഇതിനെ കണക്കാക്കി കൃത്യമായിട്ട് ABCD എന്ന രീതിയിലേക്ക് നിങ്ങൾ എഴുതുക. ഓക്കെ,
നിങ്ങൾ പ്രധാനമായിട്ടും 23ാമത്തെ ചോദ്യം നമ്പർ എഴുതിയതിന് ശേഷം ABCD എന്ന് എഴുതിയിട്ട് ABCD കൃത്യമായിട്ടുള്ള സമയം നിങ്ങൾ എഴുതി വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദിയയുടെ പിതാവിൻ്റെ സ്റ്റേഷനറി കടയിൽ പേന, പെൻസിൽ, നോട്ട്ബുക്ക്, ബോക്സ് എന്നീ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ദിയയുടെ പിതാവ് 5 രൂപ നിരക്കിൽ വാങ്ങിയ 64 പേനകൾ 9 രൂപയ്ക്കും 7 രൂപ നിരക്കിൽ വാങ്ങിയ 924 നോട്ട്ബുക്കുകൾ 11 രൂപയ്ക്കും 9 രൂപ നിരക്കിൽ വാങ്ങിയ 855 പെൻസിൽ ബോക്സുകൾ 13 രൂപ നിരക്കിലും വിറ്റു. അങ്ങനെയെങ്കിൽ ആകെ കിട്ടിയ ലാഭം എത്ര എന്നതാണ്. ഓക്കെ, കൃത്യമായി ആലോചിച്ച് കൃത്യമായ ക്രിയകളിലൂടെ ഉത്തരം കണ്ടെത്തുവാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. തെറ്റിപ്പോകരുത്. ചോദ്യം കൃത്യമായി കേട്ട് മനസ്സിലാക്കി വായിച്ചു മനസ്സിലാക്കി ഓരോന്നിൻ്റെയും വില എത്രയാണ് എന്നതും എത്ര രൂപക്കാണ് അത് വിൽക്കുന്നത് എന്നതും അങ്ങനെയെങ്കിൽ എത്ര രൂപ ലാഭത്തിനാണ് വിൽക്കുന്നത് എന്നതും അങ്ങനെ ഓരോന്നും ഗുണനത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൃത്യമായി കൂട്ടുന്നതും കുറക്കുന്നതും ഒക്കെ നോക്കി നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ ശ്രദ്ധിക്കണം. ഇനി അടുത്ത ചോദ്യം. ചിത്രത്തിൽ വലിയ ചതുരത്തെ ഒരേപോലുള്ള 2 സമചതുരങ്ങളും ഒരു ചെറിയ ചതുരവുമായി ഭാഗിച്ചിരിക്കുന്നു. സമചതുരത്തിൻ്റെ ഒരു വശം 2 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കാം? ഇതിൽ വളരെ എളുപ്പം. എന്താണ് ചുറ്റളവ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു സൈഡിൻ്റെ അളവ് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വളരെ എളുപ്പം അത് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അവിടെ രണ്ടാമത്തെ ചോദ്യം. ചെറിയ ചതുരത്തിൻ്റെ ചുറ്റളവ് 5 സെന്റിമീറ്റർ ആണ്. വീതി എത്രയായിരിക്കും? ഇവിടെ ചുറ്റളവ് നൽകിയിട്ടുണ്ട് 56 സെന്റിമീറ്റർ എന്നതാണ്. അങ്ങനെയെങ്കിൽ ചുറ്റളവ് എത്രയായിരിക്കും, അതിൻ്റെ വീതി എത്രയായിരിക്കും എന്നതാണ് കാണേണ്ടത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ വലിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും? വലിയ ചതുരത്തിൻ്റെ ചുറ്റളവ്. ഇത്രയും ചോദ്യങ്ങളാണ് നാം പ്രധാനമായും കഴിഞ്ഞ വർഷത്തെ ഗണിതശാസ്ത്രം മാത്സ് വിഷയത്തിൻ്റെ ഭാഗമായി 20 മാർക്കിൻ്റെ ചോദ്യങ്ങളായി നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്തുന്നത്. കൃത്യമായി 1, 2, 3 തവണ ചോദ്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ഉത്തരങ്ങൾ സ്വയം കണ്ടെത്തി എഴുതുവാൻ കുട്ടികൾ ശ്രദ്ധിക്കുക. എന്നിട്ട് കുട്ടികൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇനി ശരിയായ ഉത്തരം കാണിക്കുവാൻ പോകുന്നു. ഈ ശരിയായ ഉത്തരം നോക്കി നിങ്ങൾ കണ്ടെത്തിയ ഉത്തരങ്ങൾ പരിശോധിച്ച് എത്ര ശരി ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, എത്ര മാർക്ക് ലഭിച്ചു എന്നത് കൃത്യമായി കുട്ടികൾ അറിയിക്കണം. ആരും തന്നെ കമൻറ്റ് ചെയ്യാതിരിക്കരുത്. ഈ രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചു മുന്നോട്ട് പോകാം. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ ശരിയായ ഉത്തരം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ചോദ്യ നമ്പർ പ്രകാരം ശരിയായ ഉത്തരം കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിദ്യാർത്ഥികൾ ഓരോ ഉത്തരവും പരിശോധിച്ച് ചോദ്യം കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് കിട്ടിയ ഉത്തരവും ഇവിടെ നാം കാണിക്കുന്ന ഉത്തരവും ശരിയാണോ എന്നത് ഉറപ്പുവരുത്തി ഓരോന്നിനും ഓരോ മാർക്ക് എന്ന രീതിയിൽ നമുക്ക് 20 മാർക്കാണ് ഈ ഒരു ഗണിതം വിഷയത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ 13ാമത്തെ ചോദ്യമായിട്ടാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് 1. 14ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ 10 മിനിറ്റ് 15:45. അത് കിട്ടിയത് എങ്ങനെയെന്നുള്ളതും അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ബോർഡ് മാസ് പ്രകാരം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. 16ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് 2180 2180 എന്നതാണ്. 17ാമത്തെ ഉത്തരം 93. 18 100. 19 52 63 74. ഇതാണ് അതിൻ്റെ ശരിയായ ആൻസർ. 20ാമത്തെ ഉത്തരം 48 27 4827. 21ാമത്തെ ഉത്തരം 21 1250 കിലോഗ്രാം. 22ാമത്തെ ഉത്തരമായിട്ട് വരുന്നത് 2250. 23-ൽ നമുക്ക് 4 ചോദ്യങ്ങൾ ഉപചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് 18 മണിക്കൂർ 25 മിനിറ്റ് ട്രെയിനിൻ്റെ സമയവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. രണ്ടാമത്തെ ഉത്തരമായിട്ട് വരുന്നത് ബി. അതിൻ്റെ ഉപചോദ്യമായിട്ട് വരുന്നത് ഉത്തരമായിട്ട് വരുന്നത് 4 മണിക്കൂർ
40 മിനിറ്റ്. മൂന്നാമത് 21 മണിക്കൂർ 10 മിനിറ്റ്. നാലാമത് 12 മണിക്കൂർ 35 മിനിറ്റ്. ഇതാണ് 23ാമത്തെ 4 ഉപചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. ഇനി 24ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 64 × 4 അതിൻ്റെ ക്രിയകളാണ്. 256 ആണ് ഒന്നാമത്തേത്, 236, 36, 96, 3696 രണ്ടാമത്തെ ചോദ്യം വരുന്നു. 3420 മൂന്നാമതായിട്ട് വരുന്ന ഉത്തരം. ആകെ 7372. ഇനി അവസാനത്തെ ചോദ്യം 25ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ്. 3 ഉപചോദ്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, ഒന്നാമത്തെ ആൻസർ വരുന്നത് 48 സെൻറ്റിമീറ്റർ. അത് എങ്ങനെ ലഭിച്ചു എന്നുള്ളത് അവിടെ കാണാം. വീതി 4 സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നതിൻ്റെ ആൻസർ 80 സെൻറ്റിമീറ്റർ. അതും എങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ളത് അവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 20 മാർക്കിൻ്റെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ. പ്രിയ വിദ്യാർത്ഥികൾക്ക് എത്ര ഉത്തരങ്ങൾ ശരിയായിട്ടുണ്ട്, ഓരോന്നിനും ഓരോ മാർക്ക് വീതം, അങ്ങനെ എത്ര മാർക്ക് ലഭിച്ചു എന്നത് നിർബന്ധമായും നിങ്ങൾ കമൻ്റ് രൂപത്തിൽ നമ്മളെ അറിയിക്കണം. ആരും തന്നെ മറന്നു പോകരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. LSS പരീക്ഷയ്ക്കപ്പുറത്തേക്ക് വാർഷിക പരീക്ഷകളുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വ്യത്യസ്തമാർന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, അൻറ്റിൽ ബൈ ബൈ.